നമുക്ക് സഭയിലെ ദൃശ്യങ്ങൾ കണ്ട ശേഷം മടങ്ങി. ഭിന്നശേഷി നിയമനങ്ങളെ സംബന്ധിച്ചാണ് 1995 പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് സെക്ഷൻ 33 പ്രകാരം കാഴ്ച പരിമിതർ, ശ്രവണ പരിമിതർ, ചലനശേഷി പരിമിതർ, സെറിബ്രൽ പാൾസി എന്നീ വിഭാഗത്തിലായി 3% ഭിന്നശേഷി സംവരണം പാലിച്ച് എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും നിയമനം നൽകേണ്ടതായിട്ടുണ്ട്. തുറന്ന് പുറപ്പെടുവിക്കപ്പെട്ട 2016 RPWD ആക്ട് 34 പ്രകാരം ഓരോ ഗ്രൂപ്പ് ഓഫ് തസ്തികകളുടെയും കേഡർ സ്ട്രെങ്തനിന്റെ ആകെയുള്ള ഒഴിവുകളിൽ 4% കുറയാത്ത ഒഴിവുകളിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം നൽകി നിയമനം നടത്തേണ്ടതായിട്ടുണ്ട്. പ്രസ്തുത ആക്ടിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് 96 ഫെബ്രുവരി മാസം 15 മുതൽ 3% സംവരണവും, തുടർന്ന് 2017 ഏപ്രിൽ 19 മുതൽ 4% സംവരണവും നൽകി PSC വഴി നിയമനം നടത്തിവരുന്നു. മുകളിൽ പറഞ്ഞ നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാർക്ക് എയ്ഡഡ് സ്കൂളിൽ നിയമനത്തിൽ സംവരണം നൽകുന്നതിനായി 2018 നവംബർ മാസം 18 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മേൽ സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾ കേസിലെ വിധിപ്രകാരം ശരിവച്ചതിനെ തുടർന്ന് അതിനെതിരെ ചില സ്കൂൾ മാനേജർമാർ ഫയൽ ചെയ്ത റിട്ട് അപ്പീൽ തള്ളിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രസ്തുത വിധിക്കെതിരെ ഏതാനും മാനേജർമാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്തെങ്കിലും അത് നിലനിൽക്കില്ല എന്ന് ബോധ്യമായതിനാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പാലിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചുകൊണ്ട് SLP പിൻവലിക്കുവാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സമ്മതം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2021 5 SLP പിൻവലിച്ചു. 2021 ആഗസ്റ്റ് മാസം 10, 2023 ആഗസ്റ്റ് മാസം 13 എന്നീ തീയതികളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരെ നിയമിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടുള്ളത്. മറ്റ് ജനറൽ കാറ്റഗറിയിലെ ജീവനക്കാരുടെ നിയമന അംഗീകാരം സംബന്ധിച്ചും സർക്കാർ തുടർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ നിയമനങ്ങൾക്ക് ആക്ട് പ്രകാരമുള്ള മുൻഗണനാ ക്രമം ചുവടെ ചേർക്കുന്നു. ചാപ്റ്റർ 4 സെക്ഷൻ 34 പ്രകാരം A കാഴ്ച പരിമിതർ, B കേൾവി പരിമിതർ, C സെറിബ്രൽ പാൾസി ഉയരക്കുറവ് രോഗം, കുഷ്ഠരോഗം മാറിയവർ, ആസിഡ് ആക്രമണത്തിന്റെ ഇരകൾ, ജനിതക പേശി രോഗങ്ങളുള്ളവർ തുടങ്ങിയവർ അനുഭവിക്കുന്ന ചലന വൈകല്യം, ഓട്ടിസം, ബൗദ്ധിക വൈകല്യം, പഠന വൈകല്യം, സവിശേഷ പഠന വൈകല്യം, മാനസിക രോഗം, ഓരോ ഭിന്നശേഷിക്കുമായി മാറ്റിവെച്ചിരിക്കുന്ന തസ്തികകൾ വകുപ്പ് A മുതൽ D വരെയുള്ളവർക്ക് ബഹുവൈകല്യങ്ങൾ, ഇതിൽ കാഴ്ച പരിമിതരും കേൾവി പരിമിതരും ഉൾപ്പെടുകയാണ്. 2016 RPWD ആക്ട് ചാപ്റ്റർ 4 സെക്ഷൻ 34 2 പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിലെ മേൽപ്പറഞ്ഞ 5 കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തിന് നൽകേണ്ട തസ്തികയിൽ ആ വിഭാഗത്തിന്മേലുള്ള ആൾ ലഭ്യമല്ലെങ്കിൽ പ്രസ്തുത തസ്തിക റിക്രൂട്ട്മെന്റ് വർഷം മുഴുവൻ ഒഴിച്ചിടുകയും അടുത്ത റിക്രൂട്ട്മെന്റ് വർഷം ഭിന്നശേഷിയിലെ മറ്റ് കാറ്റഗറിയിൽ പെട്ട ആളിനെ നിയമിക്കപ്പെടേണ്ടതും പ്രസ്തുത കാറ്റഗറിയിലും ആൾ ലഭ്യമല്ലാത്ത വരുമ്പോൾ മാത്രമേ ഓപ്പൺ ജനറൽ കാറ്റഗറിയിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ കഴിയുകയുള്ളൂ. ഭിന്നശേഷി സംവരണം പാലിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ എയ്ഡഡ് സ്കൂളുകളിലെ ആകെ തസ്തികകളെ കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. 1 പ്രൈമറി, 2 സെക്കൻഡറി, 3 നോൺ ടീച്ചിങ്, 4 ഹയർ സെക്കൻഡറി സീനിയർ, 5 ഹയർ സെക്കൻഡറി ജൂനിയർ, 6 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീനിയർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ജൂനിയർ. സംസ്ഥാനത്തെ ഓരോ എയ്ഡഡ് സ്കൂളുകളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നതുവരെ 2018 നവംബർ മാസം 18 2021 നവംബർ മാസം 8 ഇടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊവിഷണലായും 2021 നവംബർ 8 ശേഷം ഉണ്ടായ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലും നിയമനം നൽകുന്നതിനുമാണ് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചത്. ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്ന മാനേജ്മെന്റുകളുടെ കീഴിലാണ് സ്കൂളുകളിൽ മേൽ പരാമർശിച്ച നിയമനങ്ങൾ ക്രമീകരിക്കുവാനും ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു. അതായത് ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കി ബാക്ക്ലോഗ് പരിഹരിച്ച് മാനേജർ നിയമിക്കുകയും പ്രസ്തുത ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന മുറയ്ക്കോ 2016 RPWD ആക്ട് സെക്ഷൻ 34 2 പ്രകാരം നടപടികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്കോ പ്രസ്തുത കാറ്റഗറിയിൽ പ്രൊവിഷണലായും ദിവസവേതനാടിസ്ഥാനത്തിൽ തുടരുന്ന ജനറൽ കാറ്റഗറിയിൽപ്പെട്ട നിയമനങ്ങൾക്ക് നിയമന തീയതി മുതൽ വിദ്യാഭ്യാസ ഓഫീസർ പരിശോധിച്ച് റെഗുലറൈസ് ചെയ്യാവുന്നതാണ്. ഇതിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 50ഓളം നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ ഭിന്നശേഷി നിയമനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായി നടപ്പിലാക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഒരു കൈപ്പുസ്തകം സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനം സമയബന്ധമായി പൂർത്തീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒക്ടോബർ 30 ഇടക്കാല ഉത്തരവിലെ
അടിസ്ഥാനത്തിൽ സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിച്ച് 2025 മാർച്ച് 24 സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. സാർ, ഇതിന്റെ ഭാഗമായി സെക്കൻഡറി തലം വരെയുള്ള ജില്ലാ സമിതികളുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സാർ, ജില്ലാ സമിതികൾ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയും മാനേജർമാർ നേരിട്ടും 1500ഓളം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമനം നൽകിക്കഴിഞ്ഞു. ജില്ലാ സമിതികൾ മുഖേനയുള്ള ആദ്യഘട്ടത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട യോഗ്യരായ 431 ഉദ്യോഗാർത്ഥികൾക്ക് കൂടി 2026 ജനുവരി മാസം 24 നിയമന ശുപാർശ നൽകി. അവശേഷിക്കുന്ന ഒഴിവുകൾ നികത്താനായി ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നതാണ്. സാർ, ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 2026 ജനുവരി മാസം 26 സർക്കുലർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് NSS ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കേസ് ഫയൽ ചെയ്തു. അത് തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്യുകയും അത് തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. സാർ, പ്രസ്തുത കേസിൽ NSS മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്കൂളിൽ മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്തികകളിലേക്ക് നിയമന അംഗീകാരം നൽകണമെന്ന NSSന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 മാർച്ച് മാസം 4 വിധി പ്രഖ്യാപിച്ചു. ഈ സന്ദർഭത്തിൽ NSSന് നൽകിയ അനുമതി തങ്ങൾക്കും ബാധകമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മാനേജർമാരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആവശ്യം ഉയർന്നു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമവകുപ്പിന്റെയും നിയമോപദേശം ആരാഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ നിയമോപദേശത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി NSSന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതി ഫയൽ ചെയ്തു. പ്രസ്തുത സത്യവാങ്മൂലത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ സമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജനറൽ കാറ്റഗറിയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനാംഗീകാരത്തിന് അപ്രൂവൽ നൽകുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുമെന്നാണ് സർക്കാർ നയം. ഇത് സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്. ഈ കേസ് 2026 ഫെബ്രുവരി മാസം 2 കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും അത് 2026 ഏപ്രിൽ 14 മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതോടെ ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ നിയമന തീയതി മുതൽ തന്നെ സ്ഥിര നിയമനം നൽകുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ കേസ് സർക്കാരിന് വേണ്ടി വാദിക്കുന്നതിനായി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റ് അധ്യാപകരുടെ ആശങ്കകളെ കുറിച്ചും സർക്കാരിന് വ്യക്തമായ ബോധ്യമുണ്ട്. ഓരോ എയ്ഡഡ് സ്കൂളുകളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നവരെ 2018 നവംബർ മാസം 18-നും 2021 നവംബർ മാസം 8-നും ഇടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായും അതിനുശേഷം ഉണ്ടായ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. കോടതി വിധിക്ക് അനുസൃതമായി മാത്രമേ സർക്കാരിന് ഉത്തരവുകൾ ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഈ ഉത്തരവിൽ പ്രൊഫഷണൽ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് പെൻ നമ്പർ, DV, ഗ്രൂപ്പ് ഇൻഷുറൻസ്, PF, സ്ഥാനക്കയറ്റം തുടങ്ങിയ സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിനുള്ള നടപടി സർക്കാർ സ്വയമേ സ്വീകരിച്ചിട്ടുണ്ട്. സാർ, ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് നിലവിൽ പ്രൊഫഷണലായും ദിവസവേതന അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ നിയമന തീയതി മുതൽ തന്നെ ക്രമീകരണം നടത്തുന്നതിനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ പ്രശ്നങ്ങളും വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. സാർ, അതിനായി നിയമപരമായി ചെയ്യാവുന്ന എല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. NSS മാനേജ്മെന്റ് ലഭിച്ച വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് സമാന രീതിയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ബാധകമാക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷ ഉടനടി പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഓർഡർ ചട്ടം 118 അനുസരിച്ചുള്ള ഗവൺമെന്റ് പ്രമേയം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിക്ക് അവതരിപ്പിക്കാം. സാർ, ഭരണഘടനയുടെ 41-ാം അനുച്ഛേദ പ്രകാരം അവകാശാധിഷ്ഠിതമായി തൊഴിൽ നൽകുന്നതിനുള്ള വ്യവസ്ഥ പാലിക്കുന്നതിനും ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യത്തിന് പരിഹാരമുണ്ടാക്കുന്നതിനുമാണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ 1ാം UPA സർക്കാർ സുപ്രധാനമായ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നു. നിശ്ചിത സമയത്തിനകം തൊഴിൽ നൽകിയില്ലെങ്കിലുള്ള തൊഴിലില്ലായ്മ വേതനം താമസിച്ചാലുള്ള നഷ്ടപരിഹാരം, തൊഴിൽ സ്ഥലത്ത് വെച്ചുണ്ടാകുന്ന അപകടങ്ങൾക്കുള്ള ചികിത്സാ സഹായം, ഓംബുഡ്സ്മാൻ ഉൾപ്പെടെയുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ, സോഷ്യൽ ഓഡിറ്റ് തുടങ്ങി തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ വ്യവസ്ഥകൾ തൊഴിലുറപ്പ് നിയമത്തിന്റെ സവിശേഷതയായിരുന്നു. സംസ്ഥാനത്ത് 40.45 ലക്ഷം കുടുംബങ്ങളാണ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇതിൽ 19.43 ലക്ഷം കുടുംബങ്ങളിലായി 22.66 ലക്ഷം തൊഴിലാളികൾ സജീവമാണ്. ഈ കുടുംബങ്ങൾക്ക് പരമാവധി തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനും
അവരുടെ ഉപജീവനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു വരുന്നത്. ഇത് വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2024-25 കണക്ക് പ്രകാരം ദേശീയ തലത്തിൽ 50.23 തൊഴിൽ ദിനങ്ങളാണ് ശരാശരി നൽകുന്നത്. കേരളത്തിൽ ഇത് 66.17 ആണ്. കേന്ദ്ര പദ്ധതി നടപ്പാക്കുന്നതോടൊപ്പം അതിലുപരിയായി കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനം നൽകുന്നുമുണ്ട്. 100 ദിവസത്തിന് ഉപരിയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലിലേർപ്പെടുന്ന പട്ടികവർഗ കുടുംബങ്ങൾക്ക് അധികമായി 100 ദിവസം കൂടി തൊഴിൽ അനുവദിക്കുന്നതിന് ട്രൈബൽ പ്ലസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി. ഇതിനാവശ്യമായ തുക ബജറ്റിൽ നീക്കിവെച്ചു. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുന്ന കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഉത്സവ ഭത്തയായി 1000 രൂപ വീതം അനുവദിച്ചു. 2025-26 സാമ്പത്തിക വർഷം ഇത് 1200 രൂപയായി ഉയർത്തി. കൂടാതെ രാജ്യത്താദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു. നഗരപ്രദേശത്തെ തൊഴിലാളികൾക്കായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുകയും അവരെ കൂടി ക്ഷേമനിധിയുടെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തു. തൊഴിലുറപ്പ് നിയമം നടപ്പാക്കുന്നതിന് കേന്ദ്രവിഹിതം നൽകുന്നതിൽ കുടിശ്ശിക വരുത്തുന്നതുൾപ്പെടെയുള്ള വിവിധ രൂപത്തിലുള്ള പ്രതിബന്ധങ്ങൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചിരിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന നിയമം തന്നെ റദ്ദാക്കിയത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ BBG റാംജി എന്ന പുതിയ നിയമം സംസ്ഥാനങ്ങൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും. നിലവിലുണ്ടായിരുന്ന നിയമത്തിന്റെ അന്തസത്ത ആയിരുന്ന അവകാശാധിഷ്ഠിത സമീപനം പുതിയ നിയമത്തോടെ ഇല്ലാതായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഒരു വിഹിതം നോർമറ്റീവ് അലോക്കേഷൻ നിശ്ചയിക്കുകയും അതിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യണമെന്നതാണ് പുതിയ വ്യവസ്ഥ. ഈ വിഹിതത്തിനുപരിയായ തൊഴിൽ ദിനങ്ങളുടെ പൂർണ്ണ ബാധ്യത സംസ്ഥാനങ്ങളുടേതായിരിക്കും. ഇതിലൂടെ കേരളത്തിന് 3500 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. 100 ദിവസം എന്നത് 125 ദിവസമായി ഉയർത്തുന്നത് മൂലമുള്ള അധിക സാമ്പത്തിക ബാധ്യതയും സംസ്ഥാനങ്ങൾക്കായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളെ A, B, C എന്നിങ്ങനെ തരംതിരിക്കണമെന്നും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന ഗ്രാമീണ മേഖലകളിൽ മാത്രമാകും 125 ദിവസത്തെ തൊഴിലുറപ്പുണ്ടാവുക എന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വികസിതമാണ്. ആയതിനാൽ അത്തരം ഗ്രാമപഞ്ചായത്തുകൾ ഉയർന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാൻ ഇടയാവുകയും അതിലൂടെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്യും. പുതിയ നിയമപ്രകാരം തൊഴിലില്ലായ്മ വേതനം, കൃത്യസമയത്ത് കൂലി നൽകിയില്ലെങ്കിലുള്ള നഷ്ടപരിഹാരം എന്നിവ നൽകാനുള്ള ബാധ്യത സംസ്ഥാനങ്ങൾക്കാണ്. സംസ്ഥാനങ്ങളുടെ വിഹിതം നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിലനിർത്തുകയും അധിക ബാധ്യതയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവെക്കുകയുമാണ്. സംസ്ഥാനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നതും ജനവിരുദ്ധവും തൊഴിലവകാശം നഷ്ടപ്പെടുത്തുന്നതുമായ പുതിയ നിയമത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലാണ് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഈ സാഹചര്യത്തിൽ ദാരിദ്ര്യ ലഘൂകരണത്തെ പിന്നോട്ടെടുപ്പിക്കുന്നതും തൊഴിൽ നൽകൽ ചുമതല സംസ്ഥാനങ്ങളുടെ ബാധ്യതയാക്കുന്നതുമായ പുതിയ നിയമം പിൻവലിച്ച് 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്ന് നിയമസഭയിൽ മന്ത്രി MP രാജേഷ് പ്രമേയം അവതരിപ്പിക്കുകയാണ്. അല്പം മുൻപ് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട പ്രമേയം മന്ത്രി V ശിവൻകുട്ടിയും അവതരിപ്പിച്ചു. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, വളരെ പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്ന പ്രമേയമാണ് സഭയിൽ അവതരിപ്പിച്ചത്. എന്താണ് ഈ പ്രമേയത്തിൽ പറയുന്നത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.